ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ചെയ്യുന്നത്. എക്സസൈസ് നമ്പർ 11.1 ആണ്. എക്സസൈസ് എഴുതാം. 11.1ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ്. സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മുഴുവൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫൈനൽ ആൻസർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അല്ലാതെ നമ്മൾ ഇതുപോലെ പവറായിട്ടൊന്നും എഴുതിയാൽ പോരാ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 2 × 10⁻³ എന്ന് പറഞ്ഞാൽ 2 × 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 എഴുതുക അല്ലേ, എന്നിട്ട് 3 0 കൊടുക്കുക, അത്രേ ഉള്ളൂ. 2 × 1000 എത്രയാണ്? 2000 ആൻസർ. മനസ്സിലായോ? നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. 7⁻² അല്ലെങ്കിൽ 7² നിങ്ങൾക്കറിയാം അല്ലേ? 2⁻². 7² എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണോ? എഴുതാം. 7 × 7 × 2² എന്ന് പറഞ്ഞാൽ 2ഉം 2 പ്രാവശ്യം. 2 × 2 is equal to 7 × 7 49. 2 × 2 4. എത്ര വരും? 49 × 4 എത്ര വരും? 196. മൾട്ടിപ്ലിക്കേഷൻ ആണ്, സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത തേർഡ് വൺ ചെയ്യാം. 2⁻³ × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻3ക്ക് വേറൊരു പേര് പറയാം. എന്തായിരുന്നു? 2³ അതായത് 2 3 ടൈംസ് ഉണ്ടെന്ന് നമുക്ക് എഴുതാം. 2 × 2 × 2 × 5. 2 എല്ലാം കൂടി ഇൻറ്റു ചെയ്തേ. 2 × 2 4, 4 × 2 8, 8 × 5 40. സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് തരത്തുള്ളൂ കേട്ടോ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. 3 ചെയ്തു. നിങ്ങളിപ്പോൾ ഇതുപോലെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്നില്ല. ഫോർത്ത് വൺ 3 × 4⁴. ഇപ്പൊ ഞാൻ എഴുതുന്ന പോലെ 3 × 4⁴ എന്ന് പറഞ്ഞാൽ 4 × 4 × 4 × 4 എന്ന് എടുത്തെഴുതണമെന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നമുക്കറിയാം 4⁴ എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ഉണ്ടെന്നാണ്. 4 പ്രാവശ്യം ഉണ്ടെന്നാണ്. അപ്പൊ അതിനെ ഇൻറ്റു ചെയ്തങ്ങ് എഴുതിയാൽ മതി. 4 × 4 16. 60 × 16 എത്ര വരും അറിയോ? 256 അല്ലേ? 256 അല്ലേ? അപ്പൊ 3 × 256 എത്ര വരും? എത്രാമത്തെയാണ്? ഫോർത്ത് വൺ ആണ്. 768. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം നിങ്ങൾ. അല്ല ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കണോ? ഓക്കെ, ഞാൻ നേരത്തെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചിരിക്കുവാണ്. സമയം കളയണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കാം. 6 3 18 ഇഷ്ടം 1, 5 1 16 ഇഷ്ടം 1 60. സമാധാനമായോ? ഞാൻ ചെയ്തിട്ടേ. ഇനി നിങ്ങൾ തന്നെ ചെയ്തോണം കേട്ടോ. നമുക്ക് സമയം കളയാനില്ല. വീഡിയോ വലുതായി പോകും. വീഡിയോ ഒത്തിരി വലുതായാൽ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്തത് 0 × 10⁻². ഇവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏത് സംഖ്യ നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 0. അപ്പൊ ഈ 10⁻² ഒന്നും കാണാൻ നിൽക്കണോ? വേണ്ട അല്ലേ? അടുത്തത് 5⁻² × 3⁻3. എന്താ 5⁻² എന്ന് പറഞ്ഞാൽ 5². 5² എന്ന് പറഞ്ഞാൽ 5 × 5 × 3³ അല്ലേ? 3⁻3 പവർ 3 വരുമ്പോൾ നമ്മൾ ക്യൂബ് എന്നാ പറയുന്നത്. 3 ടൈംസ് 1 2 3. അപ്പൊ എത്ര വരും? 5 × 5 25 27. 25 × 27 എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 675 കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 2 കൂടെ അല്ലേ? ഏതാണ്? 7th വൺ 2⁻4 × 3⁻2. നമുക്ക് തന്നെ ഇതൊന്ന് ചെയ്തേ. വീഡിയോ പോസ് ചെയ്യുക. തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇതിന്റെ ആൻസർ നോക്കിയാൽ മതി. അന്നത്തേക്ക് ഞാൻ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ 2⁻4 എന്ന് പറഞ്ഞാൽ 2 4 ടൈംസ്. 3⁻3 എന്ന് പറഞ്ഞാൽ 3⁻2 എന്ന് പറഞ്ഞാൽ 3 2 ടൈംസ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 4 × 8 2 16. 16 × 9 4 5 144. ശരിയാണോ? അതെ, 144. അടുത്തത് 8th വൺ
3 സ്ക്വയർ ഇൻറ്റു 10⁴. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാണ് 3 ഇൻറ്റു 3 ഇൻറ്റു 10⁴ എന്ന് പറഞ്ഞാൽ 10 4 പ്രാവശ്യം. 3⁵3 9. 10 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ എത്ര വരും? 4 0 10,000. അപ്പൊ എത്ര വരും? ഞാൻ എഴുതിയിട്ട് 4 0 90,000 ആയിരിക്കും ആൻസർ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ല, നിങ്ങൾ നല്ല മിടുക്ക മക്കളാ. അതുകൊണ്ട് തന്നെയാണ് 3⁵2 ഇൻറ്റു ഇപ്പൊ ഇല്ലേ 3⁵2 ഇൻറ്റു 10⁴ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. 3 സ്ക്വയർ 3 ഇൻറ്റു 3 9. 10⁴ എന്ന് പറഞ്ഞാൽ 4 സീറോയും കൂടെ. കണ്ടോ? ഇങ്ങനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ മക്കളെ, ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമന്റ് വേണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ചേർക്കാനുള്ളത് എന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.